ഈ നല്ല മഴക്കാലത്ത് ഇതുപോലെ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു കാഴ്ച അപൂർവമാണ്. കാരണം എല്ലാ ദിവസവും മഴയാണ്. ഇന്നത്തെ തെളിമയാർന്ന ഒരു പകലിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മഴയില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് പുറത്തെ പണികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മഴയിൽ കൊഴിഞ്ഞു വീണ റോസാപ്പൂക്കളിൽ ബാക്കി വന്ന പൂക്കളാണിത്. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഓറഞ്ച് പൂക്കൾക്ക്. ഇന്ന് ഞാൻ പുറത്ത് വിറകടുപ്പിലാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്ത് ചോറൊക്കെ അടുപ്പിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെടികളൊക്കെ സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് സ്റ്റാൻഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് ഭാഗം കൂടെ മതിൽ പെയിൻറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം മഴ കൊള്ളാത്തൊരു ഏരിയയാണ്. അപ്പോൾ അവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചു. കഴിഞ്ഞ 2 ദിവസം ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഹസ്ബൻഡ് തിരിച്ചുപോയി. അവരിങ്ങോട്ട് വരുന്ന വീഡിയോ ഒക്കെ നമ്മൾ ആരവാരത്തോടുകൂടെ പോസ്റ്റ് ചെയ്യും. പക്ഷേ തിരിച്ചു പോകുന്നത് പറയാൻ തന്നെ എനിക്കിഷ്ടമല്ല. അങ്ങനെ ഒരു സങ്കടമാണ് പോയപ്പോൾ ഉണ്ടായത്. എന്തായാലും ജോലിയിലൊക്കെ കയറി ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സമയം ഒരുപാട് ബാക്കിയായ പോലെ ഫീൽ ചെയ്തപ്പോൾ ഈ ചെടികളുടെ ക്ലീനിങ് ഒക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ട്രേ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചട്ടികളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മളൊരു ശീല നനച്ചിട്ട് ചെടികളുടെ ലീഫൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്തത് കൊണ്ട് കയ്യിലൊക്കെ പെയിൻ്റ് ആയിട്ടുണ്ട്. ആദ്യം ഈ ഒരു ഭാഗമാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരേപോലത്തെ പോട്ടുകളാണ് ഇവിടെ ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇവരൊക്കെ മഴ കൊള്ളാത്ത ഏരിയയിലായതുകൊണ്ട് ഇവരെയൊക്കെ ഒന്ന് വെള്ളമൊക്കെ തെളിയിച്ച് കുളിപ്പിച്ചെടുത്ത പോലെ ആക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഭംഗി ചെടികളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്രഷ് മൂഡ് വന്നിട്ടുണ്ട് ചെടികൾക്കൊക്കെ. പിന്നെ നമ്മൾ DAP ഫെർട്ടിലൈസർ യൂസ് ചെയ്തതിന് ശേഷം ചെടികൾക്കൊക്കെ നല്ലൊരു ഉണർവും അതുപോലെ നല്ല ബുഷിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. DAP ഫെർട്ടിലൈസർ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെ അവസാനം ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗാർഡൻ എപ്പോഴും ഫ്രഷായിട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മൾ ചെടികളെ കാണുമ്പോൾ. ഈ ഒരു ഏരിയ ഞാൻ ചെടികൾ വെക്കാനായിട്ട് മുകളിൽ നെറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ലെയറായിട്ടാണ് നെറ്റ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ മഴ അത്ര സ്പീഡിൽ കൊള്ളൂല്ല. പിന്നെ ട്രേ ഒക്കെ ഞാൻ മഴ കൊള്ളുന്ന ഭാഗത്തുള്ളത് കമഴ്ത്തിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് മഴ കൊള്ളുന്ന സ്ഥലമല്ല, അത് നമ്മൾ ഷീറ്റിട്ട ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോറ് തുറന്നതിന് ശേഷം ഈ ഒരു ഭാഗത്താണ് ഞാൻ ചെടികൾ പാക്ക് ചെയ്യാറുള്ളത് കേട്ടോ. അവിടെ നിന്ന് മണ്ണൊക്കെ കളഞ്ഞ് കവറിലൊക്കെ ആക്കിയിട്ട് മുറ്റത്ത് വെച്ചിട്ട് പിന്നെ കാർട്ടൂൺ ബോക്സിൽ പൊതിയാണ് ചെയ്യാറുള്ളത്. ഈ ഭാഗത്ത് നമ്മൾ പ്രൊപ്പഗേഷനുള്ള ചെടികളൊക്കെ ചെറുതായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സെയിലിനുള്ള പ്ലാന്റുകൾ കണ്ടുനോക്കാം. ഐസ്ബർഗിൻ്റെ വലിയ പ്ലാന്റാണിത്. ഇനിയുള്ളത് ഭംഗിയുള്ള ഈ ഒരു റെഡ് കളറ്, നല്ല റെഡ് കളറാണ് ഇതിൻ്റെ ലീഫുകൾ. നല്ല ബുഷിയായിട്ട് ഇതിൻ്റെ ലീഫുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഒരു റൗണ്ട് ലീഫാണ്, അതുപോലെ തിക്കായി വരുന്നൊരു ലീഫാണ്. ഇനിയുള്ളത് പിങ്ക് എമറാൾഡിൻ്റെ നല്ല പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പിങ്ക് എമറാൾഡ് പ്ലാന്റാണിത്. ഇനി അതിനോടൊപ്പം ഗ്രീൻ എമറാൾഡും നമ്മുടെ കയ്യിൽ ബുഷിയായ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മളെ കയ്യിൽ അതിലും ബുഷിയായതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനിയുള്ളത് ഗ്രീൻ ഫ്രോസൺ ആണ്. ഇത് നമ്മൾ മദർ പ്ലാന്റ് ആണ്. ഇതും നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇനിയുള്ളത് ബ്ലാക്ക് ഈത്രമാര എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇതും നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ്. പിന്നെ ഉള്ളത് ഈ ഒരു പ്ലാന്റ് മെഹനക്കോൺ ആണ്. അടുത്തത് പപ്പായ പ്ലാന്റ് ആണ് കേട്ടോ. ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റാണ്. ഇതും നല്ല ഭംഗിയുള്ള, ഇതിൻ്റെ ലീഫുകൾക്കൊരു വ്യത്യാസമുള്ള പ്ലാന്റാണ്. നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ. ഈ പ്ലാന്റും ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. ഇനി തൊട്ടടുത്തായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ കളറ് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഈ പ്ലാന്റ് കാണാൻ. ഇതും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇനി അടുത്ത പ്ലാന്റ് ബുഷിയായ പിങ്ക് അരോറ പ്ലാന്റ് ആണ്.
ഇതിൻ്റെ ചെറിയ പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇത് നല്ല പിങ്ക് കളർ സ്പ്രെഡായി വന്നിട്ടുണ്ട്. തൊട്ടടുത്തത് ഈ ഒരു പ്ലാന്റാണ്. നല്ല റൗണ്ട് ലീഫൊക്കെ ആയിട്ട് നല്ല റെഡും ഓറഞ്ചും പിങ്കും കൂടെ ചേർന്ന ഒരു പ്ലാന്റാണ്. ഇനി അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇതും നമ്മുടെ കയ്യിൽ സെയിലിന് റെഡിയാണ്. മെഹനാക്കോണാണ് മറ്റത്. അതുപോലെ തന്നെ ആന്തൂറിയം ഹോക്കേരിയുടെ വെറിഗേറ്റഡ് പ്ലാന്റാണിത്. ഈ ഒരു പ്ലാന്റ് വളർന്നു വരുന്ന സമയത്ത് അപാര ഭംഗിയാണ് ഈ പ്ലാന്റിന്. പിന്നെയുള്ളത് മിൽക്കി വേയുടെ പ്ലാന്റാണ് കേട്ടോ. മിൽക്കി വേ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. ഇത് നമ്മുടെ എലൈൻ പ്ലാന്റാണ്. ചെറിയ പിങ്ക് കളറ് സ്പ്രെഡായി വരുന്ന ഒരു പ്ലാന്റാണ്. ഇനി അടുത്തതായിട്ട് നല്ല റെഡ് കളറായിട്ട് നീളൻ ലീഫുകളൊക്കെ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റാണ്. പിന്നെയുള്ളത് റൊട്ടാൻഡം പ്ലാന്റാണ്. ഇതിൽ തൈകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പിന്നെയുള്ളത് കലാത്തിയാണ് കേട്ടോ. കലാത്തിയ നമ്മുടെ ഫെർട്ടിലൈസർ യൂസ് ചെയ്താൽ നല്ല ഭംഗിയുള്ള പ്ലാന്റായി മാറിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയി വന്നിട്ടുണ്ട്. ഇനിയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ അഗ്ലോണിമയുടെ പ്ലാന്റ് നല്ല വലിപ്പമുള്ള പ്ലാന്റുമാണ്. ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ആയിട്ട് നല്ല ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതൊക്കെ ഗാർഡൻ്റെ ഭംഗി കൂട്ടുന്ന ചെടികളാണ്. അത്രയും മനോഹരമാണ് ഈ ഒരു കളറും അതുപോലെ ഈ ഒരു ചെടിയുടെ രീതിയൊക്കെ കേട്ടോ. ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഈ പ്ലാന്റ് ചോദിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വളരെ കുറഞ്ഞ പ്ലാന്റുകൾ റെഡി ആയിട്ടുണ്ട്. യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന് നീളൻ ലീഫായിട്ടുള്ള ഈ ഒരു പ്ലാന്റ്. പിന്നെയുള്ളത് ഇതാണ്. ഇതും റെഡ് കയറി വന്ന് നല്ല റെഡ് കളറായിട്ട് മാറുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ നേരത്തെ കാണിച്ച ചെടിയുടെ അതേപോലെ ഒത്തൊരു ചെടിയാണിത്. നീളൻ ലീഫുകളല്ല, നല്ല ഭംഗിയുണ്ട്. അടുത്തത് സെൻസ്റ്റാർ ആണ്. സെൻസ്റ്റാർ മഹാഷെട്ടി എന്ന് പറയുന്ന പ്ലാന്റാണ്. പിന്നെയുള്ളത് പനാമ സുന്ദരികളാണ് കേട്ടോ. പനാമ ചെടികൾ എപ്പോഴും ഭംഗിയുള്ള ചെടികളാണ്. നല്ല ഭംഗിയാണ് പനാമയുടെ റെഡും അതുപോലെ ഈ ഒരു കളറൊക്കെ. അടുത്തത് വീണ്ടും ഗ്രീൻ ഫ്രോസൺ ആണ് കേട്ടോ. ഇത് നല്ല ഗ്രീനാണ്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു പ്ലാന്റ് കാണാൻ. ഇനി അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇതിൽ ഏതൊക്കെ കളർ ഡോട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു രീതി. ഇനിയുള്ളത് അതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലീഫുകളുടെ നീളം തന്നെയാണ് ഈ ഒരു ചെടിയെ ഭംഗിയുള്ളതാക്കി മാറ്റുന്നത്. ഇതും നമ്മുടെ സെയിലിനിപ്പോൾ റെഡി ആയതുണ്ട്. പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റാണ്. സ്റ്റാർ ഡസ്റ്റിൻ്റെ ഗ്രീൻ പ്ലാന്റാണിത്. ഇതും നമ്മുടെ കയ്യിൽ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയുണ്ട്. പിന്നെയുള്ളത് പഴയ വെറൈറ്റി ഈ ഒരു പ്ലാന്റാണ്. ഇതും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി കാണിക്കുന്ന പ്ലാന്റും ഭംഗിയിൽ ഒട്ടും കുറവില്ലാത്ത ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. നല്ല റെഡ് കളറായി വരുന്ന പ്ലാന്റാണിത്. ഇനി കാണിക്കുന്ന പ്ലാന്റ് ഞാൻ ഇതുവരെ സെയിൽ ചെയ്യാത്ത സിയാം പരഗണ് ആണിത്. ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾക്ക്. നമ്മൾ സ്നോ വൈറ്റ് ആണെന്ന് കരുതും ഒറ്റ നോട്ടത്തിൽ, എന്നാൽ ആ ഒരു ചെടിയല്ല ഇത്. അതുപോലെ തന്നെ അഗ്ലോണിമയുടെ ഈ ഒരു നീളൻ വെറൈറ്റി ഗ്രീൻ മാത്രമുള്ള വെള്ള തണ്ടുകളോട് കൂടിയ ഈ ഒരു ചെടിയും. പിന്നെയുള്ളത് ലഗാച്ചിയും ഈ ഒരു പ്ലാന്റും ഉണ്ട്. പിന്നെ അതുപോലെ ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റാണ്. നമ്മുടെ ഓൺലൈൻ സെല്ലിൽ ഇത്രമാത്രം വിറ്റ് തീർന്നൊരു ചെടിയില്ല, അത്രയും ഭംഗിയുള്ള പ്ലാന്റാണിത്. പിന്നെ മാമ്പ പ്ലാന്റ് ഇത് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു നീളൻ ലീഫായിട്ട് നല്ല പിങ്ക് കയറി വരുന്ന ഈ ഒരു പ്ലാന്റ് ഇത് കഴിഞ്ഞു. ഇനി ആകെ 2 പ്ലാന്റ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. പിന്നെ ഉള്ളത് റെഡ് എമറാൾഡ് പ്ലാന്റിൻ്റെ വലുതും ചെറുതൊക്കെ ആയിട്ടുള്ള തൈകൾ നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല ബുഷിയായ പ്ലാന്റാണിത്. പിന്നെയുള്ള പ്ലാന്റ് ട്രൈ കളറാണ്. ട്രൈ കളർ നല്ല ഭംഗിയായി വന്നു തുടങ്ങി. ചെറിയ സൂര്യപ്രകാശം കിട്ടിയപ്പോൾ പ്ലാന്റ് നല്ല കളർഫുള്ളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ഈ ചെടികളാണ് സെറ്റാക്കിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ മൺപോട്ടുകളിലാണ് വെച്ചിട്ടുള്ളത്. മതിലിൻ്റെ ഭാഗത്ത് മഴ കൊള്ളുന്ന ഭാഗത്ത് തന്നെയാണ് ഈ ചെടികളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ട്രേ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുള്ളത്. മഴക്കാലം ആവുമ്പോൾ വെള്ളം കെട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമഴ്ത്തി വെച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഈ കലാത്തിയും വെച്ചിട്ടുണ്ട്. അതുപോലെ റെഡ് എമറാൾഡ് പ്ലാന്റൊക്കെ ഈ ഒരു ഭാഗത്താണ് ഇരിക്കുന്നത്.
ഇനി ഇത് ബ്ലാക്ക് പാന്തറാണ് കേട്ടോ. ഈ ബ്ലാക്ക് പാന്തർ തൈയൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ. ഇത് മദർ പ്ലാന്റ് ആണ്, നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ്. അതുപോലെ ബിഗ് റോയി ആണിത്. ഈ ഒരു പ്ലാന്റും അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. ഇനിയുള്ളത് ഗ്രീൻ ആർമിയും അതുപോലെ വിദൂരി പ്ലാന്റും, ഇങ്ങനെയുള്ള കുറച്ച് പ്ലാന്റുകളൊക്കെ നമുക്ക് ഉണ്ട്. ഇനി ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ പ്ലാന്റുകളിൽ ഏതെങ്കിലും പ്ലാന്റുകൾ റേറ്റ് കൊണ്ടും ഭംഗി കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരിക. ഇന്നലെ ചെടികളുടെ ഫോട്ടോസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് വീഡിയോ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ തന്നെ കാണിച്ച് ഇങ്ങനൊരു വ്ളോഗ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് എഴുതിയിടണം. പിന്നെ ഉണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.